നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഇന്ന് പൂരാടൻ ദിനത്തിൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ വിഭവം വടുവപ്പുളി നാരങ്ങ കൊണ്ട് എങ്ങനെ അച്ചാറുണ്ടാക്കാമെന്നാണ്. അത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വിഭവത്തിലേക്ക് കിടക്കാം. നമുക്ക് വടുവപ്പുളി നാരങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സാധനങ്ങൾ എടുത്തിരിക്കുന്ന ഒരു വലിയ വടുവപ്പുളി നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ അച്ചാർ പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ. അതുപോലെ നമ്മൾ കുറച്ച് ചുറുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കായപ്പൊടി, അതുപോലെ നമ്മൾ കരിവേപ്പില, അതുപോലെ ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളക്, കടുക്, കൊല്ലമുളക്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു പാത്രമെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. വെള്ളം നമുക്ക് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വടുവപ്പുളി നാരങ്ങ നമുക്കിടാം. എന്നിട്ട് അത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. എന്നിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം. വെള്ളം നമ്മുടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഈ വടുവപ്പുളി നാരങ്ങ ഇടാം. നമുക്ക് നന്നായിട്ട് അത് ഇളക്കാം. അതൊന്ന് അതിൽ കിടന്നൊന്ന് നമുക്ക് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയത് എന്തായാലും നന്നായിട്ടത് ഇതാവട്ടെ. ഒരു 5-10 മിനിറ്റെങ്കിലും ഇതിൽ കിടക്കണം. അപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് എടുക്കാം. എന്തായാലും ഈ ഓണക്കാലത്തൊക്കെ നമുക്ക് എന്താ പറയുക, സദ്യയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവമാണിത്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് വടുവപ്പുളി നാരങ്ങ കൊണ്ടുള്ള അച്ചാർ. അത് 2 ടൈപ്പിൽ നമ്മൾ ചെയ്യും. അതായത് മുളക് പൊടി ഇട്ടും ചെയ്യും, നമ്മൾ അല്ലാതെ നമ്മൾ ചെയ്യും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് ചാനലിലും ഒക്കെ നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ ഇടുന്നതാണ് നമ്മൾ. എന്തായാലും അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാവട്ടെ. റെഡിയാവുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളൊരു പാത്രം അടുപ്പത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നല്ല എണ്ണ ഒഴിക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ വടുവപ്പുളി നാരങ്ങയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും അടുത്തായിട്ട് നല്ല എണ്ണ അതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ നമുക്ക് ഒഴിക്കാം. നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ആ നല്ലെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കടുകിടാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകിടാം. നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇടാം. നമുക്ക് നന്നായിട്ട് കടുക് പൊട്ടട്ടെ. പൊട്ടിയിട്ട് നമുക്കതിലേക്ക് വറ്റൽമുളക് ഇടാം. നമുക്ക് കടുകൊക്കെ പൊട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ വെളുത്തുള്ളി, അതുപോലെ ഇഞ്ചി, കരിവേപ്പില, പച്ചമുളകൊക്കെ നമുക്കതിലേക്ക് ഇടാം. നമുക്ക് ഇത്തിരി തീ കുറച്ച് വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് ഇഞ്ചി, കരിവേപ്പില, വെളുത്തുള്ളി അതിലേക്ക് നമുക്ക് ഇടാം. ഇനി നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം നമുക്ക്. ഇനി അത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ആഡ് ചെയ്യാം നമുക്ക്. അതിലേക്ക് കുറച്ച് ഉലുവ നമുക്കിടാം. ഉലുവ നമുക്ക് അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടാം. നമുക്ക് കായപ്പൊടി ഇട്ട് ഇളക്കാം നമുക്ക്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി നമുക്കിടാം. മുളക് പൊടി ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം. നമുക്ക് അതിലേക്ക് എല്ലാം യോജിക്കണം മുളക് പൊടി. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് നന്നായിട്ട് ഇളക്കാത്. നല്ല മണമൊക്കെ വേണ്ടി. ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് അച്ചാർ പൊടി, അതായത് നമ്മുടെ ബ്രാഹ്മിൺസിൻ്റെ അച്ചാർ പൊടി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ആവശ്യത്തിന് നമുക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. നല്ല മണമൊക്കെ വേണ്ടി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ ഓണക്കാലത്ത് നമ്മൾ സദ്യക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ് ഈ അച്ചാർ.
നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചൊറക്കൊഴിക്കാം അതിലേക്ക്. എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കാം. നമുക്ക് അരിഞ്ഞു വെച്ച വടുവപ്പുളി നാരങ്ങ നമുക്ക് അതിലേക്കിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. മസാലയൊക്കെ നമുക്ക് ആ നാരങ്ങയിലേക്ക് നമുക്ക് ചേരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കണം. നമുക്ക് ഇവിടെ വടുവപ്പുളി നാരങ്ങ കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഓണക്കാലത്തൊക്കെ നമുക്ക് സദ്യയുടെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഫിലിം സ്റ്റാർ മോഹൻലാലിൻ്റെയൊക്കെ ഫേവററ്റ് സാധനമാണ് ഈ വടുവപ്പുളി നാരങ്ങ അച്ചാർ. ആൾക്ക് ഇഷ്ടമുള്ളൊരു വിഭവമാണിത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഈ ഓണക്കാലത്ത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മെസ്സേജൊക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും ഞങ്ങളുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നാളെ ഉത്രാടൻ ദിനത്തിൽ നല്ല വിഭവങ്ങളുമായിട്ട് നമുക്കെത്താം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഏവർക്കും ഓണാശംസകളോടെ നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത്. എന്നെ കുറച്ച് പേരെങ്കിലും അറിയാമായിരിക്കും. നമ്മളൊരു കൂപ്പൺ എന്നുള്ള രീതിയിൽ നമ്മളൊരു വീട് നറുക്കെടുപ്പിൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ കുറേ പേര് ഇതിൽ നെഗറ്റീവ് കമന്റ് ഇട്ടും, കുറേ പേര് ഫോം വിളിച്ചിട്ടൊക്കെ ഭീഷണിയാണ്. അതായത് ഞാൻ പൊട്ട കമന്റ് ഇടും, അല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും, കാശൊക്കെ ചോദിച്ചിട്ടാണ്. നമ്മൾ പങ്കെടുത്ത് തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവരെടുക്കില്ല കേട്ടാ. നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് എത്രത്തോളം ഒരു മനുഷ്യനെ പ്രഷർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. നമ്മള് വലിയ റിയൽ എസ്റ്റേറ്റിന്റെ വലിയ ആളൊന്നല്ല. അതായത് ഞാനൊരു വീട് വെച്ചു, ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്റെ ഒരു പലകാരപ്പണി ഉണ്ടായിരുന്നു. ആ പലകാരപ്പണി ചെയ്ത് എനിക്കിപ്പോ വയ്യ. അതായത് എനിക്ക് കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ ഈ ഒരു കാര്യം തുറന്നു പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എന്റെ മക്കൾക്ക് അത് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, എന്റെ അച്ഛന്റെ അസുഖം നാട്ടുകാരോട് പറയണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്കത് പറഞ്ഞേ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീട് വിൽക്കാൻ നോക്കിയപ്പോ പല ആൾക്കാരും നമ്മൾ ഈ ഒരു സാഹചര്യം പറയുമ്പോൾ വില ചവിട്ടാണ്. എനിക്ക് അപ്പൊ എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഈ വീട് നല്ല രീതിയിൽ വിറ്റേ പറ്റൂ. എനിക്ക് കുറെ കടങ്ങളുണ്ട്. എന്റെ പലകാരപ്പണി നിന്നു, ആ കമ്പനി ഇപ്പൊ പൂട്ടിയേക്കാണ്. എന്ന് വെച്ചാൽ എനിക്ക് രാത്രി ഉറക്കൊഴിക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് എടുത്തുള്ള പണിയോ പറ്റില്ല. അപ്പൊ ഇതിലിപ്പോ പലർക്കും സംശയം ഉണ്ടാവും, ഇവൻ വേറെ വല്ല ഉടായ്പായിട്ട് വന്നാണോന്ന്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞാൻ സണ്ണാശുപത്രിയിലാണ് ചികിത്സിക്കണത്. അതിൽ ENT ദീപമേടാണ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. എനിക്ക് തൊണ്ടവേദനയായിട്ട് സ്ഥിരമായിട്ട് ഞാൻ പോവാറുണ്ടായിരുന്നു. അപ്പൊ മാഡം റെഗുലർ ആയിട്ട് അങ്ങനെ ഒരു ചെക്കപ്പ്, അതായത് ഫുൾ ബോഡി ചെക്കപ്പ് അങ്ങോട്ട് ചെയ്തു. അതിലാണ് എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിച്ചതും. ആ മാഡത്തിന്റെ നിർബന്ധം കൊണ്ടാണ് അവിടുത്തെ ശ്രീരാഗ് മഞ്ജുളാസൻ, ആളാണ് കിഡ്നിയുടെ ഡോക്ടർ, ആളുടെ ചികിത്സയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആളുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഭാരപ്പെട്ട പണി ഒഴിവാക്കി, ഉറക്കൊഴിക്കാൻ പാടില്ല, ടെൻഷൻ അടിക്കാൻ പാടില്ല, അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നത്. അപ്പൊ നമ്മളിപ്പോ വലിയൊരു കൊട്ടാരത്തിലും നല്ല താമസിക്കുന്നത്. ഞാൻ താമസിക്കുന്നത് 2.25 സെന്റ് സ്ഥലത്തിലാണ്. ആൾക്കാർ ഇപ്പൊ പറയണ അവൻ വലിയ റിയൽ എസ്റ്റേറ്റ് ആണ്, അവൻ ഇങ്ങനെയാണ് വീട് വെക്കാൻ നോക്കണത്. സത്യം ഇതാണ്. അപ്പൊ നമ്മള് വെച്ച് കഴിഞ്ഞാൽ നമ്മളാട്ടും കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് എന്റെ കൂപ്പെടുക്കണവരൊക്കെ വീടില്ലാത്തവരാ. അവര് 2000 രൂപ ഒപ്പിക്കാൻ പറ്റുന്ന പാട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കല്യാൺ സിൽക്കത്തെ ഒരു ചേച്ചി പറഞ്ഞത് ഓണത്തിന് മാറ്റി വെച്ച 2000 രൂപയാണ് ആ ചേച്ചി എനിക്ക് തന്നത്. അപ്പൊ ഞാൻ ആ കാശ് കൊണ്ട് ഓടിപ്പോവാനൊന്നല്ല. എനിക്ക് എന്റെ വീട് നല്ല രീതിയിൽ വിറ്റ് എനിക്ക് എന്റെ കടങ്ങളും തീർത്ത് ഞാൻ ആ ഫ്രൂട്ട്സ് കടയിൽ ഇനി ഒതുങ്ങണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭാരപ്പെട്ട പണികൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള കമന്റുകാര് അവര് പറഞ്ഞോട്ടെ. ഇനിയിപ്പോ ഞാൻ കമന്റ് നോക്കില്ല. എന്നോട് എല്ലാവരും പറഞ്ഞു നീ കമന്റ് നോക്കണ്ട, മുന്നോട്ട് പൊക്കോളാനാ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ കമന്റ് ഒക്കെ നോക്കുമ്പോ ഒരു ടെൻഷനായി. ഇപ്പൊ ഇന്നലെ ചെക്കപ്പിന് പോയപ്പോ പ്രോട്ടീൻ പോക്ക് കൂടുതലാണ് എനിക്ക്, യൂറിൻ കൂടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊന്നും നോക്കണില്ല. പക്ഷെ പറ്റണോര് നമുക്ക് ഈ കൂപ്പെടുത്ത്, അതായത് ഒരു 3000 കൂപ്പൺ കൂടി ഉള്ളു എനിക്ക്. പറ്റണോര് ഒരു കൂപ്പെടുത്ത് എന്നെ സഹായിച്ചാൽ മതി. ഞാൻ സാമ്പത്തികമായിട്ട് ആരോടൊന്നും ചോദിക്കില്ല. എന്ന് വെച്ചാൽ എന്റെ ഒരു മുതലുണ്ട്, അത് വിറ്റ് കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങൾ തീരും. എന്നാട്ടില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവരൊക്കെ സഹായിച്ചോളൂ. എന്നെ ഒരു കൂപ്പെടുത്ത് സഹായിച്ചാൽ വളരെ ഉപകാരം.